ഇപ്പം നമ്മളിനി അടുത്തത് പഠിക്കാൻ പോവാം. മീമ്. മീമിന് ഫതഹ് എടുത്തപ്പം മ. മീമ്. മീമ്. മ. മീമ്. മ. മീമ്. മ. മീമ്. ഫതഹ് മ. ഇത് റാ ആണ്. റാഇന് സുക്കൂൻ. റാഇന് മുകളിൽ സുക്കൂൻ എഴുതിയപ്പം ഇർ. മ ഇർ. മ ഇർ. മ ഇർ. മ ഇർ. മ ഇർ. മീമ് മ. റാ ഇർ. ഇർ. റാ ഇർ. മീമ് മ. റാ ഇർ. മീമ് മ. റാ ഇർ. ഇത് ഹംസാണ്. ശ്രദ്ധിക്കണം, ഇത് 2-3 രീതിയിൽ എഴുതും. ഒരു 3-4 രീതിയിലും ഇതിനെ എഴുതും. എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഹംസിനെ മാത്രമാണ് ഞാൻ എഴുതിയേക്കുന്നത്. അലിഫിൻ്റെ മുകളിലും ഹംസിനെ എഴുതാറുണ്ട്, വാവിൻ്റെ മുകളിലും എഴുതും, യാഇൻ്റെ മുകളിലും എഴുതും. അതൊക്കെ ഞാൻ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരും. പിന്നെ അതുപോലെ തന്നെ കൂട്ടക്ഷരമായിട്ട് വരുമ്പം ഈ ബാ പോലെ എഴുതിയിട്ടൊരു ഹംസിനെ എഴുതും, അങ്ങനെ എഴുതും. അതെല്ലാം ഞാൻ പിന്നീട് പരിചയപ്പെടുത്തും. ഞാൻ ഇങ്ങനെ ഇപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇങ്ങനെ ഒറ്റയായിട്ടും എഴുതും, അലിഫിൻ്റെ മുകളിലും ഹംസിനെ എഴുതും, വാവിൻ്റെ മുകളിലും എഴുതും, യാഇൻ്റെ മുകളിലും എഴുതും. കൂട്ടക്ഷരമാകുമ്പോൾ വരുമ്പോൾ ബാ പോലെ ഇങ്ങനെ എഴുതിയിട്ട് പുള്ളി കൊടുക്കത്തില്ല, എന്നിട്ട് ഇങ്ങനെ ഹംസിനെ കൊടുക്കും. അന്നേരം ഇത് ഈ സാധനത്തിൻ്റെ പേര് ഹംസ്. 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 ഉൻ. ഉൻ. ഈ ഹംസിന് ഉൻ. 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 ഉൻ എന്നുള്ള ഒരു ഉച്ചാരണമാണ് അതിനുള്ളത്. ഹംസിൻ്റെ ഉച്ചാരണമാണ് ഉൻ. 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 മാ ഇർ. മാ ഇർ. ഉൻ. മാ ഇർ. ഉൻ. മാ ഇർ. മാ ഇർ. മാ ഇർ. മാ ഇർ. ഉൻ. മാ ഇർ. ഉൻ. മാ ഇർ. ഉൻ. മാ ഇർ. ഉൻ. ഇതിനെ 2 അക്ഷരങ്ങൾ തമ്മിൽ ചേർത്ത് പറയുമ്പം സ്പീഡിൽ വായിക്കണം. അന്നേരം എങ്ങനെയാണ് വായിക്കുന്നത് നോക്കിയേ. മാ ഇർ നമ്മളിപ്പോൾ വായിച്ചത്, ഇനി അത് മാറ്റുക. മർ. 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 ഉണ്ടോ? ഇത് രണ്ടും കൂടി ചേരുമ്പം മർ. 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 10 പ്രാവശ്യം ആവർത്തിച്ച് പറയണം. 2 അക്ഷരങ്ങൾ തമ്മിൽ ചേർത്ത് പറയുമ്പോൾ മർ. ഉണ്ടോ? ഇങ്ങനെ പറയണം. അല്ല മാ ഇർ എന്നല്ല, മാ ഇർ എന്നല്ല പറയേണ്ടത്. 2 അക്ഷരങ്ങൾ തമ്മിൽ ചേർത്ത് പറയുമ്പോൾ മർ. 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 ഉണ്ടോ? മർ. മർ. ഉൻ. മർ. ഉൻ. മർ. ഉൻ. മർ. ഉൻ. മർ. ഉൻ. 10 പ്രാവശ്യം 10 പ്രാവശ്യം പറയുക. മർ. ഉൻ. 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 അടുത്തത് റാ. 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 പിന്നെ ഇതിനെ തെറ്റിദ്ധരിക്കേണ്ട, ഇത് അലിഫിൻ്റെ മുകളിലും എഴുതുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ്. ഈ ഹംസിനെ അലിഫിൻ്റെ മുകളിലും അലിഫിൻ്റെ താഴെയൊക്കെ സന്ദർഭം അനുസരിച്ച് കെസർ വരുമ്പം അലിഫിന് താഴെ എഴുതും, ഫതഹ് വരുമ്പോൾ അലിഫിൻ്റെ മുകളിലും എഴുതും, ലമ്മ് വരുമ്പോഴും ഒക്കെ എഴുതും. അത് ഞാൻ ഇപ്പം ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി അത് ഘട്ടം ഘട്ടമായിട്ട് വീണ്ടും അതിനെ വ്യക്തമാക്കി ഞാൻ തരും. കൂട്ടക്ഷരത്തിലും വരുമ്പോഴും ഇതിനെ വേറെ രീതിയിൽ എഴുതും, ഞാൻ നേരത്തെ പറഞ്ഞ. അന്നേരം റാ. 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 ഹംസ്. 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 ഉണ്ടോ? എന്നുള്ള ഒരു ഉച്ചാരണമാണ്. റാ. 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 യാ. യാ. യുൻ. യാ.
യുൻ യാ യുൻ റാ യാ യുൻ റാ യുൻ റാ യുൻ റാ യുൻ വായിച്ചോ റാ യുൻ റാ യുൻ റാ 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 യുൻ റാ യുൻ ആണ്ടോ ഇത് രണ്ടക്ഷരം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ റാ എന്നല്ല വായിക്കണ്ട. ഇനി എങ്ങനെയാണെന്ന് നോക്കിയേ റ റ ഉണ്ടോ യുൻ ഉണ്ടോ അങ്ങനെ സ്പീഡിൽ വായിക്കണം. സ്പീഡിൽ വായിക്കണം. റയുൻ 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 സ്പീഡിൽ വായിക്കാം. റയുൻ 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 മർ ഉൻ 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 റയുൻ 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 ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. പറയാനുള്ള സമയം ഞാൻ തരികയാണ്. നിങ്ങളൊന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 പ്രാവശ്യം ഒന്ന് ആവർത്തിക്കുക. മർ ഉൻ മർ ഉൻ മർ ഉൻ ഉണ്ടോ അല്ല മർ ഉൻ നല്ല ആദ്യം പഠിച്ചു അത് പോയി ഇനി സ്പീഡിലായി. മർ ഉൻ മർ ഉൻ മർ ഉൻ മർ ഉൻ മർ ഉൻ മർ ഉൻ അടുത്തത് റയുൻ റയുൻ ഉണ്ടോ സ്പീഡിൽ വായിക്കണം. റയുൻ 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 അടുത്തത് റാ ലമ്മ് റാ ലമ്മ് റു റാ ലമ്മ് റു റു റാ ലമ്മ് റാ ആണ് ലമ്മ് റാ ലമ്മ് റാ ലമ്മ് റാ ലമ്മ് റു പറയേണ്ടത് റു 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 സീന് അക്ഷരത്തിൻ്റെ പേര് സീന് 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 ലം എഴുതിയപ്പം സു 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 റു 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 സു ലാമ് ലാമ് ലുൻ 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 ലാമ് ലുൻ 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 റു സു 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 ലുൻ ഇനി റുസൂലുൻ എന്നല്ല വായിക്കണ്ടേ. ഇനി ഞാൻ സ്പീഡ് വായിക്കുമ്പോൾ സ്പീഡ് റുസുലുൻ 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 സ്പീഡ് വായിക്കുക. സ്പീഡിൽ റുസുലുൻ 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 മർ ഉൻ മർ ഉൻ മർ ഉൻ മർ ഉൻ മർ 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 ഉൻ മർ ഉൻ മർ ഉൻ മർ ഉൻ മർ ഉൻ റയുൻ 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 റുസുലുൻ 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 സ്പീഡ് വായിക്കുക. ഇനി അടുത്തത് നൂന് ന നൂന് ന നൂന് ന ബ ബി ന 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 ബി
അടുത്തത് യാ ഇ, യാ ഇ, യാ ഇ, യാ ഇ, യാ ഇ ഉണ്ട്, 2 പുള്ളിയുണ്ട്. യാ ഇ, യുൻ, 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 ഇതാണ് യുൻ. ഇത് ഷദ്, ഷദ്, ഷദ് വന്നപ്പം ഇയുൻ, ഇയുൻ, ഇയുൻ. വെറും യുൻ അല്ല, ആദ്യം നമ്മൾ ഇതില്ലെങ്കിൽ പറഞ്ഞു യുൻ എന്ന് പറഞ്ഞു, യുൻ. ഇതുള്ളപ്പം യുൻ, യുൻ. അന്നേരം ന ബി യുൻ, ന ബി യുൻ, ന ബി യുൻ, ന ബി യുൻ, ന ബി യുൻ. ഇനി അതിനെ ചേർത്ത് പറയാൻ പോവാം. നോക്കി എങ്ങനെയാണ് പറയുന്നതെന്ന്. നബിയുൻ, 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 നബിയുൻ. സ്പീഡിൽ പറയാം, സ്പീഡ്. നബിയുൻ, 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 നബിയുൻ. അടുത്തത് റാ, റാ, വാ നിറച്ച് ശബ്ദം ഓടിയം കയറ്റി പറയണം. റാ. ജീമ്, ജു, റാ ജു, റാ ജു, റാ ജു, റാ ജു, റാ ജു, റാ റാ. ജീമ് ജു, റാ 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 ജു. ലാമ്, ലാമ്, ലുൻ, ലുൻ, ലാമ്, ലുൻ, റാ ജു 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 ലുൻ. ഇതിനെ ഇനി സ്പീഡിൽ പറയാൻ പോകാം. റജുലുൻ, 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 റജുലുൻ. 10 പ്രാവശ്യം, 10 പ്രാവശ്യം. റജുലുൻ, 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 റജുലുൻ. സ്പീഡിലൊന്ന് പറഞ്ഞേ. റജുലുൻ, 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 റജുലുൻ. ഇത് നിങ്ങൾക്ക് പറയാനുള്ള സമയം തന്നിരിക്കുകയാണ്, അത് അന്നേരം പറയണം. അടുത്തത് ബാ, ബി, ബാ, ബി, ബാ, ബി, ബാ, ബി, ബാ, ബി. നൂന്, ഇൻ, നൂന്, ഇൻ, ബി, ഇൻ, ബി, ഇൻ, ബി, ഇൻ, ബി, ഇൻ, ബി, ഇൻ. ഇത് താ, താ, തുൻ, 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 താ, തുൻ. ബാ, ബി, ബാ, ബി. നൂന്, ഇൻ, നൂന്, ഇൻ, നൂന്, ഇൻ. താ, തുൻ, താ, തുൻ, താ, തുൻ. ഇനി ഇത് 3 കൂടെ ഞാൻ ചേർത്ത് വായിക്കാൻ പോവാം. ബിന്ദുൻ, 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 ബിന്ദുൻ. സ്പീഡിൽ പറയണം, സ്പീഡിൽ പറയണം. ബിന്ദുൻ, 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 ബിന്ദുൻ. സ്പീഡിൽ പറയണം, സ്പീഡിൽ. ബിന്ദുൻ, 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 ബിന്ദുൻ. അടുത്തത് മീമ്,
മ. മീമ് മ. മീമ് മ. മീമ് മ. മീമ് മ. റാ ഇർ. റാ ഇർ. മ ഇർ. മ ഇർ. മ ഇർ. മീമ് മ റാ ഇർ. മ ഇർ. മ ഇർ. മ ഇർ. മ ഇർ. ഹംസ്. ഹംസ്. ഹംസ് അ അ അ ഉണ്ടോ? ഈ ഹംസിൻ്റെ ഉച്ചാരണം അങ്ങനെ അ അ അ അ അ ഉണ്ടോ? അങ്ങനെ വരണം. മർ. മർ അ. ഇത് ഹാ. നമ്മൾ സാധാരണ ഉള്ള ഒരു ഹാ പഠിച്ചായിരുന്നു. അതിങ്ങനെ കറക്കി എഴുതുന്ന ഒരു ഹാന് നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ അക്ഷരത്തിൻ്റെ രൂപമാണ്. പുള്ളി ഇല്ലെങ്കിൽ ഇതിന് ഹാ എന്ന് പറയും. ഇംഗ്ലീഷും നമ്മൾ ചെറിയ അക്ഷരവും വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഉണ്ട്. അതുപോലെ ഈ ഹാനും ഉണ്ട്, ചെറുതും വലുതൊക്കെ. അന്നേരം ഇത് ചെറുതായിട്ട് എഴുതുന്ന അക്ഷരം ഇത് ഹാ ആണ്. പുള്ളി ഇല്ലാത്തപ്പോൾ ഹാ എന്ന് പറയും. ഹാ 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 ഹാ. ഇതിൻ്റെ പേരാണ് ഹാ. ഹാ 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 ഹാ. ഇത് രണ്ട് പുള്ളി രണ്ട് പോയിൻ്റ് വന്നപ്പോൾ, രണ്ട് പുള്ളി വന്നപ്പോൾ താ. ഇതുള്ളപ്പോൾ താ. താ. ഇതില്ലെങ്കിൽ ഹാ. ഹാ. ഇല്ലെങ്കിൽ ഹാ. ഹാ. ഉണ്ടെങ്കിൽ താ. 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 തുൻ. തുൻ. ഇപ്പോൾ പറയേണ്ടത്, ഇതിന് നമ്മൾ പറയേണ്ടത് തുൻ. 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 താ. തുൻ. 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 മാ ഇർ. മാ ഇർ. മാ ഇർ. മാ ഇർ. അ അ അ അ ഉണ്ടോ? മർ. അന്നേരം ഇനി ഞാൻ ചേർത്ത് വായിക്കാൻ പോയി. ഈ പദം സ്പീഡിൽ, കുറച്ചുകൂടെ സ്പീഡിൽ വായിക്കാൻ പോവാം. മർ അത്തുൻ. മർ അത്തുൻ. മർ അത്തുൻ. സ്പീഡിൽ പറയണം, സ്പീഡിൽ പറയണം. മർ അത്തുൻ. മർ. മർ. മർ അത്തുൻ. മർ അത്തുൻ. നേരത്തെ നമ്മൾ പഠിച്ചത്, ഇപ്പം ഞാൻ തുടക്കത്തിൽ മാ ഇർ അ തുൻ ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ അതൊക്കെ അങ്ങ് പോയി. ഇനി നമ്മൾ പഠിച്ച് വരുമ്പം സ്പീഡ് കൂട്ടി വായിക്കണം. ആദ്യമേ സ്ലോ ചെയ്ത് ഞാൻ പറഞ്ഞ് അവസാനമാണ് ഈ സ്പീഡ് കൂട്ടി പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾ പറയരുത്. കാരണം അതിൻ്റെ രണ്ട് ഘട്ടങ്ങളും ഞാൻ വ്യക്തമാക്കി തരുന്നുണ്ട്. ആദ്യമേ സ്ലോ ചെയ്ത് ഓരോന്നിൻ്റെയും ചിഹ്നങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം തന്നതിന് ശേഷം അവസാനമാണ് ഈ സ്പീഡ് കൂട്ടി പറയുന്നത്. അത് പറയണമല്ലോ, അതാണല്ലോ പഠനമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മാ ഇർ ആ തുൻ. മാ ഇർ ആ തുൻ. ഇനി ഇതിനെ അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയും? മർ അത്തുൻ. മർ അത്തുൻ. മർ. മർ അത്തുൻ. മർ അത്തുൻ. മർ അത്തുൻ. 10 പ്രാവശ്യം പറയാം. മർ അത്തുൻ. മർ അത്തുൻ. ഓളിയ. മർ അത്തുൻ. മർ അത്തുൻ. മർ അത്തുൻ. മർ അത്തുൻ. മർ. മർ അത്തുൻ. മർ അത്തുൻ. മർ അത്തുൻ. 10 പ്രാവശ്യം പറയണം. 10 പ്രാവശ്യം പറയണം. പറയാനുള്ള ഞാൻ സമയം തന്നിരിക്കുകയാണ്. മർ അത്തുൻ. മർ അത്തുൻ. മർ അത്തുൻ. മർ. മർ അത്തുൻ. മർ അത്തുൻ. ഇനി ഇതിൻ്റെ പേര് ക്വാഫ്. ക്വാഫ്. 2 പുള്ളി, 2 പോയിൻ്റ് മുകളിലുള്ളതിൻ്റെ പേരാണ് ക്വാഫ്. ക്വാഫ്. ഇതിൻ്റെ പേരാണ് ക്വാഫ്. ക്വാ. 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 പത്തൂടെ ക്വാ. അകാര ചിഹ്നം കൊടുത്തപ്പം ക്വാ. മീമ്. 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 മ. ക്വാ. മ. ക്വാ. മ. ക്വാ.
മ ക്വ 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 മ റാഇനെ ഇച്ചിരി കനപ്പിച്ച് പറയണ്ട, വലിയ ശബ്ദം കയറ്റി വോളിയം. റുൻ 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 റുൻ. ഇത് പറയേണ്ടത് ക്വ ക്വ മ റുൻ 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 ക്വ ക്വ മ റുൻ. ഇപ്പോൾ നമ്മൾ ക്വമറുൻ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയല്ല പറയേണ്ടത്, ഇനി അതിനേക്കാൾ സ്പീഡിൽ നമ്മൾ സ്പീഡിൽ വായിക്കണം. കൊമറുൻ 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 കൊമറുൻ. നമ്മൾ ആളുകളുടെ പേര് വിളിക്കാറുണ്ട്, കൊമർ. എടാ കൊമറെ ഇനി വന്നേന്ന് പറയും. ആ കൊമറാണിത് കേട്ടോ. കൊമറുൻ ക്വ 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 കൊമറുൻ. സ്പീഡിൽ പറയണം, സ്പീഡ്. കൊമറുൻ 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 കൊമറുൻ. സ്പീഡിൽ പറയണം, സ്പീഡിൽ പറയണം. കൊമറുൻ 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 കൊമറുൻ. അടുത്തത് അലിഫ്. അ അലിഫ് അ റാ ഇർ ആ ഇർ ആ ഇർ ആ ഇർ ആ ഇർ ആ ഇർ ആ ഇർ. സ്വാദ് ലാദ്. പുള്ളി ഉള്ളപ്പോൾ ലാദ്, പുള്ളി ഇല്ലെങ്കിൽ സ്വാദ്. പുള്ളി ഇല്ലെങ്കിൽ സ്വാദെന്ന് പറയും. പുള്ളി ഇല്ലെങ്കിൽ സ്വാദെന്ന് പറയും. പുള്ളി കൊടുത്തപ്പം ലാദ്, നാക്ക് സൈഡിലേക്ക് ചേർത്ത്. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞാൽ വീണ്ടും പറയുകയാണ്. ഇനിയും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നൊക്കെ ചിലർ പറഞ്ഞു കളയും. ആ ഒരു സംസാരം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അഡ്വാൻസായിട്ട് അങ്ങോട്ട് പറയുന്നത്. വീണ്ടും വീണ്ടും പറയുന്നതാ. ഇനി ഇത് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇത് മുസ്ലിങ്ങളുടെ ഭാഷയാണ്, മുസ്ലിങ്ങൾക്കേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഓരോന്നിനും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട്. ഞാൻ പിന്നീട് സ്പീഡിലൊക്കെ വായിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ മനസ്സറിഞ്ഞാണ് ഞാൻ പിന്നീട് വായിക്കുന്നത്. നമ്മുടെ കഴിവ് പഠിക്കുന്നവരുടെ കഴിവ് മനസ്സിലാക്കിയിട്ടേ സ്പീഡ് കാണിക്കത്തുള്ളൂ. അതാ പഠനം. ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അധ്യാപകൻ ഒരാളിനെ പഠിപ്പിക്കുമ്പം അയാളുടെ മനസ്സറിഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ഞാൻ സ്പീഡിൽ കുറേ തട്ടിവിടും, നിങ്ങൾക്കൊന്നും മനസ്സിലാകാതെ പോകും. ഞാൻ കുറേ സ്പീഡിൽ പറയുന്നു, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അതല്ല, അങ്ങനല്ല. ഇതൊരു പഠനമേ അല്ല. ഒരാളിൻ്റെ മനസ്സറിഞ്ഞ് അയാളെ മനസ്സിൽ ഇരുത്തി പഠിപ്പിക്കുക. ഇതങ്ങോട്ട് ഉറപ്പിക്കണം, ഇതെല്ലാം അങ്ങോട്ട് ഉറപ്പിക്കണം. നമ്മുടെ ഹാർട്ടിലേക്കൊന്ന് ഉറപ്പിച്ചു പറയണം. അതാ പഠനം. അത് പഠനമാണ്. ഇനി മറക്കത്തില്ല. ഒന്നുകൂടെ പറയാം. ആ ഇർ ആ ഇർ ആ ഇർ ആ ഇർ ആ ഇർ. ഇത് പുള്ളി ഇല്ലെങ്കിൽ സ്വാദ്, പുള്ളി ഇല്ലെങ്കിൽ സ്വാദ്, പുള്ളി ഉള്ളപ്പം ല്വാദ് 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 ല്വാ ല്വാ ല്വാ. അണ്ട നാക്ക് സൈഡിലേക്കാണ് ചേർത്ത് പറയുന്നത്. ലുൻ ലുൻ ലുൻ. അന്നേരം ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയാൻ പോവാം. അർലുൻ 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 അർലുൻ. 10 പ്രാവശ്യം പറയണം. 10 പ്രാവശ്യം ആവർത്തിക്കണം.
അർലുൻ 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 പറഞ്ഞേ. ഞാൻ ഒന്നും കൂടെ വായിക്കും, ഒരു റൗണ്ട് കൂടെ ഒന്ന് വായിച്ച് നിർത്തുവാണ്. മീമ് മ, മീമ് മ, റാ ഇർ, റാ ഇർ, റാ ഇർ, മ ഇർ, മ ഇർ, ഉൻ, ഹംസ്, ഹംസ്, ഉൻ, മ ഇർ, ഉൻ, മ ഇർ, ഉൻ, മ ഇർ, ഉൻ, മ ഇർ, ഉൻ. അപ്പം മ ഇർ ഉൻ എന്ന് ഞാൻ വായിച്ചത്. ഇനിയിപ്പോൾ ഇതിനെ അങ്ങനെ അല്ല പറയേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞ് ഇനി അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയും? മർ ഉൻ, മർ ഉൻ, മർ ഉൻ 10 പ്രാവശ്യം ആവർത്തിക്കണം. മർ ഉൻ, മർ ഉൻ, മർ ഉൻ, മർ ഉൻ, മർ ഉൻ എന്ന് പറഞ്ഞേ. അടുത്തത് റാ, റാ. ഇത് ഹംസ എന്ന് പറഞ്ഞു. ഹംസിനെ പല രീതിയിലും എഴുതുമെന്ന് ഞാൻ പറഞ്ഞു. അലിഫിൻ്റെ മുകളിൽ എഴുതും, അലിഫിന് താഴെ എഴുതും, വാവിൻ്റെ മുകളിൽ എഴുതും, യാഇൻ്റെ മുകളിൽ എഴുതും, കൂട്ടക്ഷരമായിട്ട് വന്നാൽ ബാ പോലെ പുള്ളി കൊടുക്കത്തില്ല, ഇതിൻ്റെ മുകളിൽ എഴുതും. അങ്ങനെ പല ഘട്ടങ്ങളിലും എഴുതും. അതെന്തുവാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരും. ഇപ്പം തൽക്കാലം ഇപ്പോൾ ഇങ്ങനൊന്ന് മനസ്സിലാക്കുക. റാ ഇ, റാ ഇ, റാ ഇ, റാ ഇ, റാ ഇ. അടുത്തത് യുൻ, 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 റാ ഇ, 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 യുൻ. ഇനി റാ ഇ, യുൻ അല്ല പറയണ്ട. പിന്നെ എങ്ങനെ പറയും? സ്പീഡിൽ വായിക്കണം. റയുൻ, 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 റയുൻ 10 പ്രാവശ്യം, 10 പ്രാവശ്യം ആവർത്തിച്ചേ. റയുൻ, 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 റയുൻ. സ്പീഡ് വായിക്കണം, വായിക്കണം. അതാ പഠനം. വായിക്കാൻ സമയം തരിക. ഞാൻ വെറുതെ ഇരിക്കുന്ന അതിനാ. നിങ്ങൾ ഒന്ന് ആവർത്തിക്കണം. ഇനി ആ എഴുത്തിൻ്റെ ഭാഗം ഞാൻ കാണിക്കും. അന്നേരം നിങ്ങൾ എഴുതി പഠിച്ചോണം. ഞാൻ ഇതുവരെ നിങ്ങൾ എഴുതുന്ന രീതിയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അത് ഞാൻ നല്ല രീതിയിൽ ആരോ മാർക്ക് കൊടുത്ത് വലിയ അക്ഷരം എഴുതി വെച്ചപ്പോൾ ഉണ്ട്. അത് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്ത് തരും. ഇനി അടുത്തത് റാ, റോ. റാഇന് ശബ്ദം കയറ്റി പറയണ്ട. റോ, റു, സീന്, സു, റു, സു, റു, സു, ലുൻ, ലാമ്, റു, സു, ലുൻ, 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 റു, സു, ലുൻ. ഇപ്പം ഞാൻ പറഞ്ഞെന്ന റു, സു, ലുന്ന എന്നാൽ ഇനി അങ്ങനെയല്ല പറയണ്ട. പിന്നെ എങ്ങനെ പറയണം? സ്പീഡ് വായിക്കണം. റുസുലുൻ, 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 റുസുലുൻ. സ്പീഡ് വായിക്കണം. സ്പീഡ്, സ്പീഡ്, സ്പീഡ്. റുസുലുൻ, റുസുലുൻ, റുസുലുൻ 10 പ്രാവശ്യം, 10 പ്രാവശ്യം, 10 പ്രാവശ്യം പറയണം. റുസുലുൻ, റുസുലുൻ, റുസുലുൻ. നിങ്ങൾക്ക് പറയാൻ സമയം തന്നിരിക്കുക, പറയുക. അടുത്തത് നൂന്, ന, നൂന്, ന, നൂന്, ന. ബാ, ബാ, ബി, ബാ, ബി, ന, ബി, ന, ബി, ന, ബി. യുൻ, യുൻ. യാന് 2 ലമ്മുണ്ട്, പിന്നെ ഷെഡ്യൂളുണ്ട്. യുൻ. അന്നേരം പറയേണ്ടത് ന, ബി, യുൻ, ന, ബി, യുൻ, ന, ബി, യുൻ, ന, ബി, യുൻ. ഇനി അങ്ങനെയല്ല പറയണ്ട. പിന്നെ എങ്ങനെ പറയും? സ്പീഡിൽ പറയും. നബിയുൻ, 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 നബിയുൻ 10 പ്രാവശ്യം പറയണം.
നബിയുൻ നബിയുൻ നബിയുൻ. ഇനി അടുത്തത് റാ 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 റാ. ജീമ് ജു റാ ജു റാ ജു റാ ജു റാ ജു റജു റജു. ലാമ് ലുൻ ലാമ് ലുൻ ലാമ് ലുൻ. റാ ജു ലുൻ 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 റാ ജു ലുൻ. ഇനി ഇതിൻ്റെ സ്പീഡ് വായിക്കണം. റജുലുൻ 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 റജുലുൻ. സ്പീഡിൽ 10 പ്രാവശ്യം പറയണം. റജുലുൻ റജുലുൻ. പറയാൻ ഞാൻ സമയം തന്നിരിക്കുകയാണ്, ആവർത്തിച്ചെന്ന് പറഞ്ഞേ. നിങ്ങളും കൂടെ ഒന്ന് ശീലിക്കണം. അല്ല ശീലിക്കാതെ ഞാൻ കുറേ പറഞ്ഞ് വായിട്ട് അലച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പം നമ്മൾ കേൾക്കുന്നവർ അതുപോലെ അങ്ങ് പറയണം. അതാ പഠനം. ഇത് കാഴ്ചക്കാരായിട്ട് ഇരുന്നിട്ട് തിരിച്ചു പോയാൽ ആർക്കും ഫലമൊന്നുമില്ല. എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റുന്നത് മാത്രമായിരിക്കും മിച്ചം. റജുലുൻ 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 റജുലുൻ. അടുത്തത് ബാ ബി ബാ ബി ബാ ബി ബാ ബി. ഇപ്പം നിങ്ങൾ നോക്കുമ്പം പല രീതിയിലും പല വലിപ്പത്തിലും എഴുതിയേക്കുന്നതായിട്ട് കാണുന്നുണ്ട് അക്ഷരങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വലിയ വലിപ്പത്തിൽ എഴുതാൻ സ്ഥലമൊക്കെ ഇല്ലാത്തപ്പോൾ പിന്നെ അവിടെ ആ സ്ഥലം ഒരു പദം അവിടെ കൊണ്ടുപോയി ചുരുക്കി എഴുതേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ എഴുതുന്ന. വിശാലമായ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ എഴുതും. സ്ഥലം കുറവായതുകൊണ്ട് ഇതിനെ ചുരുക്കി അങ്ങ് എഴുതിയതാണ്. അന്നേരം ഇത് ബാ ബി ബാ ബി ബാ ബി ബാ ബി ബാ ബി ബാ ബി. നൂന് ഇൻ നൂന് ഇൻ ബി ഇൻ ബി ഇൻ ബി ഇൻ ബി ഇൻ ബി ഇൻ ബി ഇൻ. താ തുൻ താ തുൻ താ തുൻ താ തുൻ. ഇനി അങ്ങനെയല്ല പറയണ്ടത്, കുറച്ചുകൂടെ സ്പീഡിൽ പറയണം. ബിന്ദുൻ 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 ബിന്ദുൻ. ഇനി അടുത്തത് മീമ് മ മീമ് മ മീമ് മ മീമ് മ. റാ ഇർ റാ ഇർ റാ ഇർ റാ ഇർ. മീമ് മ റാ ഇർ മീമ് മ റാ ഇർ. അടുത്തത് ഹംസ്. ഹംസ് എന്ന എന്നുള്ളൊരു ഉച്ചാരണമുണ്ട്, ശബ്ദമുണ്ട്. ഹംസിന് അങ്ങനത്തെ ശബ്ദമുണ്ട്. മർ അ മർ അ മ മർ അ. അത് 2 അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ മർ മ ഇർ എന്നാരും നേരത്തെ വായിച്ചു. ഇനി അങ്ങനെ വായിക്കരുത്. മർ 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 അ മർ അ. താ 2 പുള്ളിയുള്ള താ തുൻ തുൻ താ. ഇത് താ ആണ്. തുൻ മർ അത്തുൻ മർ അത്തുൻ മർ അത്തുൻ മർ അത്തുൻ മർ അത്തുൻ. 10 പ്രാവശ്യം സ്പീഡിൽ പറയണം. മർ അത്തുൻ 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 മർ അത്തുൻ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അത് നമുക്ക് വായിക്കാനൊന്നും കിട്ടത്തില്ല. അത് കുറേ ഇങ്ങനെ നമ്മളെ കൊണ്ട് പറഞ്ഞ് ശീലിപ്പിക്കും. അത് എഴുതാനും കഴിയത്തില്ല, വായിക്കാനും കഴിയത്തില്ല. ഇതല്ല, ഇത് എഴുതാനും കഴിയും, വായിക്കാനും കഴിയും. നല്ല പ്രാക്ടീസായി തരുന്നത്. ഇതിൻ്റെ അപ്പുറം ഒരു പ്രാക്ടീസ് ആരും തരാനില്ല. അന്നേരം സ്പീഡിൽ വായിക്കണം. മർ അത്തുൻ മർ അത്തുൻ മർ അത്തുൻ
മർഅത്ത് 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 മർഅത്ത്. ഒന്ന് 10 പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച്. ഇനി അടുത്തത് ഖ്വാഫ് ഖ്വാഫ് ഖ്വ 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 മീം മ ഖ്വ മ ഖ്വ മ ഖ്വ മ ഖ്വ മ ഖ്വ മ റ റുൻ ഖ്വ മ 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 റുൻ. ഇനി ഖ്വമറുൻ നല്ല വായിക്കേണ്ടത്. ഞാൻ സ്പീഡിൽ വായിക്കാൻ പോവാം. ഖ്വമറുൻ 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 ഖ്വമറുൻ. നമ്മൾ സാധാരണ വിളിക്കാറുണ്ട്, എടാ ഖമറ് ഇനി വന്നേ, കണ്ടോ? എടാ ഖമറ് എന്നല്ല, അയാൾ എടാ ഖമറ് ഇനി വാലെന്നല്ല നമ്മൾ വിളിക്കുന്നത്. ഇത് പഠിച്ചു കഴിയുമ്പം സ്പീഡിലായി ഖമറ് ഇനി വന്നേ, കണ്ടോ? സ്പീഡ് വേണം. ഖമറുൻ 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 10 പ്രാവശ്യം സ്പീഡ്. ഖമറുൻ 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 ഖമറുൻ. വെറും ഖമറ എന്നല്ല, ഖമറുൻ 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 ഖമറുൻ. ആവർത്തിക്കാനുള്ള സമയം ഞാൻ തരികയാണ്. നിങ്ങൾ ആവർത്തിച്ച് പറയണം. അത് തന്നെ പഠനം. എല്ലാത്തിനും പരിശീലനം അറിയാമല്ലോ, നമുക്കറിയാം. MBBS പഠിച്ചാലും ഡോക്ടറിൻ്റെ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഡോക്ടറായിട്ട് അങ്ങ് ആരെയും ചികിത്സിക്കാനൊന്നും പറ്റത്തില്ല, നമുക്കറിയാം. പിന്നെ ഒരു വർഷം മറ്റ് ഡോക്ടർമാരുടെ പുറകെ കൂടെ നടന്ന് ഒരു രോഗിയുടെ വിവിധ രോഗങ്ങൾ, ആ രോഗിയുടെ പ്രായം, ശാരീരിക അവസ്ഥകൾ, വിവിധ രോഗങ്ങൾ എല്ലാം കൂടെ വെച്ചാണ് ആ മുതിർന്ന സീനിയർ ഡോക്ടർ എഴുതുന്ന മരുന്ന് ഏതാണ് ഈ രോഗിക്ക് കൊടുക്കുന്നതെന്ന് ഈ പഠിച്ച് കഴിഞ്ഞ് ഈ ഹൗസ് സർജൻസി ചെയ്യുന്ന ആൾ പുറകെ നടന്ന് കാക്കയുടെ പരുന്തിൻ്റെ പുറകെ കാക്ക പറക്കുന്നത് പോലെ പുറകെ നടന്ന് സീനിയർ ഡോക്ടറുടെ പുറകെ ജൂനിയറായ ഈ MBBSകാരൻ അല്ലെ MBBSകാരി പുറകെ നടന്ന് കണ്ടും കേട്ടും നോക്കിയും മനസ്സിലാക്കും. എങ്ങനെ? ഒരു രോഗിയെ, ഒരു 75 വയസ്സുള്ള ഒരു രോഗിയെ കണ്ട്, അയാൾക്ക് വിവിധ രോഗങ്ങളുണ്ട്, അയാൾക്ക് ആരോഗ്യം കുറവാണ്. അന്നേരം പ്രായം കൂടിയ ആളിന് ധാരാളം അസുഖമുണ്ട്, അതിന് ഏത് സൈസ് മരുന്ന് കൊടുക്കണമെന്ന് ആ സീനിയർ ഡോക്ടർ എഴുതും. അയാളുടെ ശാരീരിക അവസ്ഥ, പ്രായം, വിവിധ രോഗങ്ങൾ എല്ലാം കൂടെ വെച്ചുകൊണ്ട് ആ ഡോക്ടർ എഴുതുന്നത് ഈ MBBSകാരൻ പുറകെ നിന്ന് കണ്ടു മനസ്സിലാക്കുക. അല്ല MBBSന് പാസ് പഠിച്ചിട്ട് അങ്ങ് വേറെ ഒരാളിനെ അങ്ങ് ചികിത്സിക്കാനൊരു നിയമമൊന്നുമില്ല. അതിന് നമ്മൾ പറയും ഹൗസ് സർജൻസി. ഇങ്ങനെ പുറകെ നടന്ന് അങ്ങനൊരു പരിശീലനം വേണം. അല്ല മെഡിസിനെ പറ്റിയൊക്കെ പഠിച്ച് എന്ന് പറഞ്ഞുകൊണ്ടായില്ല, ശരീരത്തിൻ്റെ അവയവങ്ങളെപ്പറ്റി പഠിച്ച് എന്ന് പറഞ്ഞുകൊണ്ടും ആയില്ല. ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, മരുന്നിൻ്റെ പേരും പഠിച്ചുകൊണ്ട് ഒരാളിനെ ചികിത്സിക്കാൻ പറ്റത്തില്ല. പിന്നെങ്ങനെ അതിൻ്റെ രോഗങ്ങളുടെ അവസ്ഥകളും എല്ലാം മനസ്സിലാക്കണം. അതിനാണ് സീനിയർ ഡോക്ടറുടെ പുറകെ ഈ ജൂനിയറായ ഈ പഠിച്ചു കഴിഞ്ഞ ഡോക്ടർമാർ പുറകെ നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ പോലുള്ള ഹോസ്പിറ്റലിൽ ചെന്നാൽ തൊട്ട് പുറകെ ആളുകൾ നടക്കുന്നതാണ്. അവരിത് എഴുതുവാണ്, മറ്റേ ഡോക്ടർ പറയാം അന്ന് എഴുതിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന വേർഡ്. അപ്പം അന്നേരം രോഗങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ രോഗിക്ക് ഇന്ന മരുന്നാണ് കൊടുക്കേണ്ടത്, ഇത്തിരി രോഗമുള്ള ആളിന് ഈ മരുന്നാണ് കൊടുക്കേണ്ടത്, പ്രായം കൂടിയ ആളാണ്, ഇതെല്ലാം കണക്കെടുത്ത് അതുപോലെയാണ് ഇതും നമ്മൾ
മനസ്സിലാക്കി അങ്ങ് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാടുള്ള ഭാഷയൊന്നും അല്ലത്. ഇത് ഞാൻ ആദ്യമായതുകൊണ്ട് കുറേ അങ്ങ് ആവർത്തിക്കുക. കാരണം നിങ്ങൾക്കിത് അറിയത്തില്ല. അറിയാവുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഒരാളിനെ അറിയാവുന്ന രീതിയിലല്ല, അറിയാമെങ്കിൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. ശബ്ദം ഒരാളിനെ അറിയാവുന്ന രീതിയിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് എന്നെ ബൈക്ക് പഠിപ്പിച്ചു. ആദ്യമായിട്ട് ബൈക്ക് പഠിപ്പിച്ചു. ഞാൻ ബൈക്കിൽ കയറിയിരുന്ന് എൻ്റെ തൊട്ടു പുറകെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇത് ആക്സിലേറ്ററാണെന്ന് സങ്കല്പിക്കുക. ആക്സിലേറ്ററിൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് നീക്കുന്നു, അങ്ങോട്ട് നീക്കുമ്പം പതുക്കെ നീക്കിയിട്ടും ഇങ്ങനെ കൊണ്ടുവന്നിട്ടും ഈ ബൈക്ക് അങ്ങോട്ട് നീങ്ങുന്നില്ല. കുറേയൊക്കെ പതുക്കെ, എനിക്കറിയാം ആക്സിലേറ്റർ കൂട്ടിട്ട് കൊടുത്താൽ വണ്ടി ഓടിപ്പോകുമെന്നറിയാം. ആ സ്ഥാനത്ത് ഇവിടെ ആക്സിലേറ്റർ ഇങ്ങനെ ഇവിടെ വരെ ആയി. കൈയുടെ പുറത്തുകൂടെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരൊറ്റ അടിച്ചിട്ട് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് പഠിപ്പിക്കുക തന്നെ. വേൾഡ് സെൻറ്റർ തകർക്കുന്ന പോലെ ഉള്ള സ്പീഡിൽ ഈ ബൈക്ക് പോയി, ഞാനും അയാളും കൂടെ പോയി മറിഞ്ഞ് വീണ് എൻ്റെ കൈയുടെ എല്ലിന് പൊട്ടലും ഉണ്ടായി. ഇതാണോ പഠനം? ഇങ്ങനെയാണോ ഒരാളിനെ പഠിപ്പിക്കുന്നത്? അന്നേരം പിന്നീട് എൻ്റെ അടുത്ത് പറയുക, അളിയൻ അറിയാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ആക്കിയതെന്ന്. മനസ്സിലായോ? ഒരാളിനെ അറിയാമെന്ന് പറഞ്ഞാണോ പഠിപ്പിക്കേണ്ടത്? അല്ല. പഠിപ്പിക്കുന്ന എന്തോ ആയിക്കോട്ടെ, തൊഴിലോ വിദ്യാഭ്യാസമോ എന്തോ ആയിക്കോട്ടെ, അറിയാമെന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്. അറിയാമെങ്കിൽ പിന്നെ ഒരാളുടെ പഠിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആക്സിലേറ്റർ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് നീക്കുവാണ്, പതുക്കെ നീക്കിയിട്ടും വണ്ടി നീങ്ങുന്നില്ല, ബൈക്ക് നീങ്ങുന്നില്ല. കൈയുടെ പുറത്തോടെ ഇങ്ങനെ അങ്ങോട്ടിട്ടൊരു പിടി, ആ സെക്കൻഡ് ആദ്യമാണ്. വണ്ടി പിന്നെ ഓടിച്ചിട്ടൊന്നുമില്ല. ഞാൻ പോയി രണ്ടുപേരുടെ പോയി വീണ് എൻ്റെ വിരലിൻ്റെ ഇന്നും മുഴച്ചിരിക്കുകയാണ്. മനസ്സിലായി? ഇത് പറയേണ്ടതായിട്ട് വന്നത്, എൻ്റെ ഒരു അനുഭവം പറയേണ്ടതായിട്ട് വന്നത്, ഒരാളിനെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയല്ല. ഇനി എൻ്റെ വേറൊരു അനുഭവം കൂടെ വേണമെങ്കിൽ പറയാം. എൻ്റെ ജ്യേഷ്ഠൻ, എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ എന്നാണ് ഒരു 54 വർഷത്തിന് മുമ്പ് എന്നെ ബാലപാഠം എടുത്തു വെച്ച് എന്നെ പഠിപ്പിക്കുന്നു. നല്ല പഠനമാണ്. നല്ല പഠനം. ആ പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഓർത്തു പോകും. ഒരപാര ബുദ്ധിയാണ് ആ ചേട്ടൻ. എൻ്റെ അടുത്ത് ബാലപാഠത്തിലെ അക്ഷരം അങ്ങോട്ട് ഒരു പേജ് എടുത്തിട്ട് കാണിക്കും. എൻ്റെ അടുത്ത് ഇതെന്തുവാടാ? ഞാൻ പറയും, ഇതെനിക്കറിയത്തില്ല. എൻ്റെ മകൻ്റെ മകൻ ഇത് കേട്ടപ്പോൾ അവന് ചിരി വരുന്നു. ഇതെന്തുവാന്ന് ചോദിച്ചപ്പം ഞാൻ പറയും, ഇതെനിക്കറിയത്തില്ല. രണ്ടാമത് വീണ്ടും അടുത്ത അക്ഷരം ചോദിക്കുന്നു, ഇതെന്തുവാടാ? ഞാൻ പറയും, ഇതും എനിക്കറിയത്തില്ല. മൂന്നാമത് വീണ്ടും ഒരക്ഷരം കാണിക്കുകയാണ് എൻ്റെ അടുത്ത് ചോദിക്കുക, എടാ ഇതെന്തുവാടാ? ഇത് വലിയ കൗതുകമുള്ള. ഞാൻ പറയും, ഇതും എനിക്കറിയത്തില്ല. അപ്പം ഇതെന്തുവാടാ? ഇതെനിക്കറിയത്തില്ല. ഞാൻ മറുപടി പറയാം, ഇതും എനിക്കറിയത്തില്ല. ഇതും എനിക്കറിയത്തില്ല. നാലാമത് ഒരക്ഷരം എന്നെ കാണിക്കും. ഒരു പദത്തിൽ 4 അക്ഷരമുള്ള. ഇപ്പം ഇതിനകത്തിൽ 4 അക്ഷരമുണ്ട്. അപ്പം ഇതെന്തുവാടാ? ഇതെനിക്കറിയത്തില്ല. ഇതും എനിക്കറിയത്തില്ല. ഇതും എനിക്കറിയത്തില്ല. നാലാമത്തെ ഒരക്ഷരം എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയും, ഇതെന്തുവാടാ?
പക്ഷെ അയാൾ മറന്നു കാണും. എനിക്ക് മറക്കാൻ കഴിയത്തില്ല സഹോദരന്മാരെ, എന്നെ പഠിപ്പിച്ച രംഗം. ഞാൻ 4ാമത്തെ അക്ഷരം കാണിക്കുമ്പോൾ ഞാൻ പറയുന്ന മറുപടി ഇതെനിക്ക് തീരെ അറിയത്തില്ല. സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇതിനകത്ത് ചിരിക്കേണ്ട ഒരു പാവമുണ്ട്, ചിരി വരും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതെന്തുവാടാ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ആദ്യത്തെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഇതും എനിക്കറിയത്തില്ല. പിന്നെ 3ാമത്തേക്ക് ഇതും എനിക്കറിയത്തില്ല. 4ാമത്തെ അക്ഷരം കാണിച്ചിട്ട് ചോദിക്കും ഇതെന്തുവാടാ. ഞാൻ പറയുന്ന മറുപടിയാണ് ഇതെനിക്ക് തീരെ അറിയത്തില്ല. എന്താണെന്നറിയോ? ഈ അക്ഷരം മുൻകൂട്ടി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അതാണ് അപാര ബുദ്ധി എന്ന്. ആ ചേട്ടൻ്റെ ബുദ്ധി എന്ന് നോക്കിയേ. ഒരു അപാര ബുദ്ധി. അത് ഒരു ഭാഷ പഠിക്കുമ്പോൾ അതാ മുൻകൂട്ടി ഒന്ന് പറഞ്ഞു തന്നിട്ടില്ല നമ്മളോട് ചോദിക്കേണ്ടത് എന്തുവാന്ന്. അതല്ലെന്നായി പറഞ്ഞത്. ബാലപാഠത്തിൽ കാണുന്നത് ഞാൻ വായിക്കണമെന്ന്, ബാലപാഠത്തിലെ അക്ഷരം ഞാൻ പറയണമെന്ന്. അതാണോ പഠനം? അത് പഠനമല്ല. ആ ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരണം, എടാ ഇത് ഈ അക്ഷരമാണ് കേട്ടോ, ഇത് ഇന്നതാ, ഇത് വേറൊരു അക്ഷരമാണ്, അതിൻ്റെ ഉച്ചാരണം ഇതാണ്, ഇതിനിങ്ങനെ പറയും, ഇതിനിങ്ങനെ പറയും, ഇതിനിങ്ങനെ പറയും, ഇതിനിങ്ങനെ പറയും. ഇതൊന്നും പറയാതെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ, അപാര ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധി. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം, കാരണം എൻ്റെ അനുഭവം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ആ സ്ഥാനത്ത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാൻ അങ്ങനെയല്ല. 100 കണക്കിന് പ്രാവശ്യം ഞാൻ ആവർത്തിക്കുകയാണ്, 100 കണക്കിന് പ്രാവശ്യം ആവർത്തിക്കുക. കാരണം ഞാൻ അങ്ങനെ വിഷമിച്ചു പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് ആ പഠനത്തിൻ്റെ എല്ലാ ടെക്നിക്കും എനിക്കറിയാം. ഒരാളിൻ്റെ മനസ്സ് മന്ദബുദ്ധികളെ കിട്ടിയാൽ മതി, ഞാൻ പഠിപ്പിക്കാം. നാക്ക് തിരിയാത്ത പിള്ളേരെ പഠിപ്പിച്ചാൽ ഇങ്ങോട്ട് കിട്ടിയാൽ മതി, ഞാൻ പഠിപ്പിക്കാം. അങ്ങനെയൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ടെന്നറിയാം. അതുകൊണ്ട് അത് വേണമെങ്കിലും അനുഭവം വേണമെങ്കിൽ പറയാം. എൻ്റെ നാട്ടിൽ ഒരാൾ, ഞാനിപ്പോൾ ആളുടെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന് ഇപ്പോഴും ആളുണ്ട് എൻ്റെ നാട്ടിൽ. എൻ്റെ നാട്ടിൽ ഓച്ചറ ക്ലാപ്പന പുതുത്തെരു പള്ളിയിൽ അന്ന് ഞാൻ പള്ളി ജോലി ചെയ്യുമ്പോൾ, ഏതാണ്ട് 29 വർഷത്തിന് മുമ്പ് ഞാൻ പള്ളി ജോലി ചെയ്യുമ്പം ഞങ്ങളുടെ നാട്ടിലൊരു പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹം ഒരു വക്കീലാണ്, ഇപ്പോഴും ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി പറയുകയല്ല, പക്ഷേ എനിക്കുള്ള ആ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു പോവാം. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു നാക്ക് തിരിയാത്ത ഒരു പെണ്ണുണ്ട് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യമാണ് പറയുന്നത്. ഇത് അദ്ദേഹം കേൾക്കുന്നെങ്കിൽ ഞാൻ ചെറുതാക്കി പറഞ്ഞെന്ന് തോന്നരുത്, കാരണം എനിക്ക് ഉള്ള സന്തോഷം കൊണ്ട് പറയാം. ഞാൻ പഠിപ്പിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഒരു നാക്ക് തിരിയാത്ത പെണ്ണുണ്ട്, ഇയാളൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഞങ്ങൾ നാട്ടുകാരാകുമ്പോൾ പോകണമെന്നൊക്കെ വിളിക്കും, സ്നേഹം കൊണ്ടാണ്. അവിടെ ചിലപ്പോൾ ഉസ്താദ് എന്ന മുസ്ലിയാരൊന്നും വിളിക്കത്തില്ല, ആ സ്നേഹം കൊണ്ടാണ് എന്നോട് വിളിച്ചത്. ഞാൻ പോയി. ആഴ്ച ഒരു ദിവസം പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, പഠിപ്പിക്കുന്നത് എന്തുവാ, നല്ല കണ്ടീഷനായിട്ട്. അദ്ദേഹം ആ തിണ്ണയ്ക്ക് പത്രവും വായിച്ചുകൊണ്ടിരിക്കും, ഞാനിത് പഠിപ്പിക്കും. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഇയാൾ പഠിപ്പിച്ചുകൊണ്ട് അവിടെ കൊത്ത മാറിയെന്ന് കണ്ടോ, കൊത്ത സംസാരിക്കുന്ന പെണ്ണിൻ്റെ കൊത്ത മാറിയെന്ന്. ആ പെണ്ണിനിപ്പോൾ എല്ലാം അറിയാമെന്ന്, ആ പെണ്ണിനിപ്പോൾ എല്ലാം അറിയാമെന്ന്. മനസ്സിലായോ? പഠിപ്പിച്ചതെല്ലാം നല്ല ഓർമ്മയാണ്. മറ്റേ നാക്ക് തിരിയാത്ത ഒരു പെണ്ണിനെ ഞാൻ പഠിപ്പിച്ചെടുത്തെന്ന് പറയുക. മന്ദബുദ്ധികളെ പോയിട്ടുള്ള പിള്ളേരെ ഇങ്ങോട്ട് കിട്ടിയാൽ ഞാൻ എനിക്ക് അങ്ങനെയുള്ള പിള്ളേരെ ഇഷ്ടം. ഒട്ടും തലേ കയറത്തില്ലാത്തവരെ ഇങ്ങോട്ടങ്ങ് തന്നാൽ മതി, ഞാൻ പഠിപ്പിച്ചെടുക്കും. നല്ല കണ്ടീഷനായിട്ട് ഞാൻ പഠിപ്പിക്കും. ഞാനാ പറഞ്ഞത്, ഇതുപോലെ മനസ്സ് തുറന്ന് ആരും പറയത്തില്ല. അപ്പം അതുകൊണ്ട്
ഇപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പറയുക. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു ഒരു സമയത്ത് ഞാൻ പഠിച്ച എനിക്ക് പറഞ്ഞു തന്ന അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളൊക്കെ തെറ്റായ അനുഭവങ്ങളല്ലേ എൻ്റെ ജ്യേഷ്ഠൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയല്ല അയാൾ പഠിപ്പിക്കേണ്ടത്. ആദ്യം ഇപ്പം ചൈനീസ് ഭാഷ കാണിച്ചിട്ട് ഇതെന്തുവാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതെന്തുവാന്ന് പറഞ്ഞ് നമ്മളോട് മനസ്സിലാക്കണം. എന്നെങ്കിലല്ലേ നമുക്ക് ആ ഭാഷ അറിയാൻ പറ്റത്തുള്ളൂ. ആദ്യം നല്ല രീതിയിൽ തറവാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലാക്കേണ്ടതിന് ശേഷം പിന്നീട് എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ഇതെന്തുവാ. അന്നേരം ഞാൻ പറയും, അല്ലെങ്കിൽ പറയാതിരിക്കും. അന്നേരം എൻ്റെ അടുത്ത് ചോദിക്കാം, നേരത്തെ ഞാൻ പറഞ്ഞു തന്നല്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. എന്നിട്ട് പറയാത്ത എന്ന് ചോദിക്കുന്നൊരു അർഹതയുണ്ട്. അതില്ല. മുൻകൂട്ടി അക്ഷരം ചോദിക്കാതെ ഈ ബാലപാഠത്തിൽ കാണുന്ന അക്ഷരം ഞാൻ പറയണമെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലോട്ട് പോവാണ്. സ്പീഡ് പറയണം 10 പ്രാവശ്യം. അടുത്തത് സ്പീഡ് പറയണം. സ്പീഡിൽ അടുത്തത് അരിഫ് രണ്ടക്ഷരം ചേർത്ത് പറയുമ്പോൾ സ്പീഡ് വായിക്കാം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഞാൻ ജൂൺ 22-ാം തീയതിയാണ് സൺ മീഡിയ എന്ന് പറയുന്ന ഈ ചാനൽ sunmedia@abdurrahman.com sunmedia@abdurrahman.com എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. യൂട്യൂബിൽ കിട്ടും. അന്നേരം ഇത് ഇന്നേ ദിവസം ഏതാണ്ട് 17-18 ദിവസമേ ആയുള്ളൂ. കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസം 22-ാം തീയതി ഉച്ചയ്ക്കാണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ദിവസം കൊണ്ട് 17,000 ആളുകൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വിവിധ ആളുകൾ ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരാൾ ഫോണിൽ ഉസ്താദിൻ്റെ ക്ലാസ് നല്ലതാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഒരുപാട് ആശംസാ പ്രവാഹമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ സ്വയം പുകഴ്ത്തുമല്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഈ സ്വയം പുകഴ്ത്തുന്ന ആൾ വിദ്യ. ഇപ്പം ഞാൻ എന്നെപ്പറ്റി എനിക്ക് കൊമ്പും തുമ്പിക്കൈയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നെങ്കിൽ അത് സ്വയം പുകഴ്ത്തുന്ന ആൾ വിഡ്ഢിയാണെന്നാണ്. ഇതല്ല. ഈ 18 ദിവസം കൊണ്ട് 17,000 ആളുകൾ ഈ വീഡിയോ കാണുകയും അവരുടെ നല്ലതായ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടാ. എനിക്കറിയാം എങ്ങനെ പഠിപ്പിക്കണമെന്ന്. മനസ്സിലായി സഹോദരന്മാരെ? ഇല്ലെങ്കിൽ ഇത്രയും നിങ്ങളെടുത്ത് വെച്ച് നോക്കുക. ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന് തുടങ്ങിയെന്ന് നിങ്ങൾക്ക് നോക്കാം. യൂട്യൂബിൽ തുടങ്ങിയത് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണെന്നും ഇന്നേ ദിവസം വരെയുള്ള
അതിൻ്റെ വീഡിയോകൾ പരിശോധിച്ചാൽ ഓരോന്നും 2000, 2200, 2300, 2000, 1500 ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ വന്നേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. ഞാൻ ചുമ്മാ വെറുതെ പറയുന്നതല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. മറ്റുള്ളവർക്കൊക്കെ പഠിക്കാൻ, എല്ലാ മതക്കാർക്കും പഠിക്കാനാണ്. അതെല്ലാ സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ ആ കുട്ടികൾക്ക് ഇത് ഉപയോഗപ്പെടും. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കുട്ടികളെ എല്ലാം കൂടെ വിളിച്ചിരുത്തി വലിയ സ്ക്രീനിനകത്ത് ഇത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാ മതത്തിലുള്ള കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളാണ്. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുക, ഞാനത് വലിയ സ്ക്രീനിൽ ഇട്ട് കൊടുത്ത് കുട്ടികളെ എല്ലാം കൂടെ, ഏതാണ്ടൊരു 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിലെ അധ്യാപകർ ഇങ്ങോട്ട് പറയുകയാണ്, ഞങ്ങൾ വലിയ സ്ക്രീനിലിട്ട് ഈ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കും. അന്നേരം ഇത് എല്ലാവർക്കും പഠിക്കാനാണ്. എല്ലാ മതത്തിലുള്ള എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും പഠിക്കാം. വളരെ എളുപ്പമാണ്. ഇത് ലോക ഭാഷയാണ്. ഇവിടെ മതം പഠിപ്പിക്കുന്നില്ല, അങ്ങനെ വിചാരിക്കരുത്. ഇത് മതം പഠിപ്പിക്കലല്ല. എല്ലാ കുട്ടികളും എല്ലാവരും എല്ലാ സ്കൂളിലും വലിയ സ്ക്രീനിൽ ഇതിനെ പ്രദർശിപ്പിച്ച് ഈ കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പഠിക്കാം. പെട്ടെന്ന് പഠിച്ചാൽ വളരെ ജോലി സാധ്യതയുള്ള ഒരു ഭാഷയാണ്. ലോകത്തെ ഒരു വലിയ ജോലി സാധ്യതയുള്ള ഒരു ഭാഷയാണ്. പക്ഷേ ഇത് ഇപ്പോഴല്ലായിരുന്നു, ഞാൻ ചിന്തിച്ചു പോവുകയാണ്. 25 വർഷത്തിന് മുമ്പാണ് ഇത് തുടങ്ങേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ ഒരുപാട് പേരും പറയുകയും ചെയ്യുന്നു. 25 വർഷത്തിന് മുമ്പാണ് ഇതുപോലത്തെ തുടങ്ങേണ്ടത്. ഒരുപാട് പിന്തിപ്പോയി. ഇപ്പോഴും ഞാൻ മടിച്ചു നിന്നപ്പോൾ എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ പറഞ്ഞ്, നിങ്ങൾ വീഡിയോ ആക്കിയത് മറ്റുള്ളവർക്ക് യൂട്യൂബിലൊക്കെ കാണിച്ചു കൊടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക.